ഈ ചുമര് കണ്ടോ നിങ്ങൾ? ഈ ചുമര് ഇതൊരു പെയിന്റിംഗ് ആണ്. തലശ്ശേരി കടപ്പുറത്തിൻ്റെ അടുത്തുള്ള ഒരു പെയിന്റിംഗ് ആണ്. എവിടെയാന്ന് പറഞ്ഞാൽ മീൻ മാർക്കറ്റിൻ്റെ നേരെ ബാക്കിലായിട്ട് വരും ഈ സംഗതി. സൈഡിൽ കൂടെ പോകുന്ന റോഡ് ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊരു പഴയ വീടാണ് ഇവിടെ. അതിൻ്റെ പഴയ വീട്, പഴയ കെട്ടിടം. ഇതെല്ലാം ഇപ്പം വെയർ ഹൗസും സ്റ്റോറേജ് അല്ല. ഈ ചുമരിലൊരു പ്രത്യേകത നിങ്ങളുണ്ട്. ഇവിടെ ഒരുവിധം തലശ്ശേരിൻ്റെ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി, അല്ലെ തലശ്ശേരി എന്താണെന്ന്, അല്ലെ കണ്ണൂർ ജില്ലയിലുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് തലശ്ശേരി. ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കാണുന്ന കഥകളി അല്ലെങ്കിൽ തെയ്യത്തിൻ്റെ ഫോട്ടോ ആണ്, മുഖം. പിന്നെ ഇവിടെ ഒരു സിക്സർ അടിക്കുന്നുണ്ട്, ബാറ്റ് വീശുന്ന ധോണി. അതുപോലെ സ്റ്റേഡിയം കൊടുത്തിട്ടുണ്ട്. ആ നീലയിൽ സ്റ്റേഡിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ കഥകളീൻ്റെ വരച്ചിട്ടുണ്ട്. അവിടെ മുകളിൽ ഈ കാണുന്ന ഇത് തലശ്ശേരി ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് ടവറാണ്. അത് അല്ലെ ടൈമിൻ്റെ ഒരു ടവറാണ് തലശ്ശേരി പുതിയ സ്റ്റാൻഡിൽ. പിന്നെ ഇല്ലത് ഉപ്പിലിട്ട് അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മാങ്ങയും നെല്ലിക്കയും ക്യാരറ്റ് ഉപ്പിലിട്ട്. അതുപോലെ ഇവിടെ തലശ്ശേരി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മലബാറി ധാബ, ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന, പാചകം ചെയ്യുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അതുപോലെ ചായ അടിക്കുന്നുണ്ട്. കല്ലുമേൽ കടിയുണ്ട്, ചായക്കടി. അതുപോലെ മറ്റേ കല്ലുമേൽ അത് അരിക്കടിക്കുക, കല്ലുമുക്കായിൻ്റെ അരിക്കടിക്കുകയാണ്. പിന്നെ താഴത്ത് കടൽ. ഈ കാണുന്ന ഈ സംഗതി, ഈ കാണുന്ന ഇത് അരിക്കടുക്ക. അതുപോലെ ഈ കാണുന്ന ഇത് കോഴിക്കാലിൻ്റെ, അത് കോഴിക്കാലെന്ന് പറഞ്ഞാൽ കപ്പക്കിഴങ്ങ് ഉണ്ടാക്കുന്ന. അതുപോലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട്, തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക്, ബേക്കറി ഐറ്റംസ് തലശ്ശേരി പണ്ടേ ഇല്ലത്. അപ്പോൾ കേക്ക് കൊടുത്തിട്ടുണ്ട്. സർക്കസ്, അതും തലശ്ശേരി പണ്ടേ കുറേ സർക്കസ് കലാകാരന്മാരുണ്ട് തലശ്ശേരി. ഇപ്പോൾ എല്ലാം പോയി കേട്ടോ, ഇതെല്ലാം പഴയ കാലത്ത്. അതുപോലെ ഇവിടെ ജുമാ മസ്ജിദ്, പഴയ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ സബ് ജയിലിൻ്റെ അടുത്തുള്ള ജുമാ മസ്ജിദ്, അതാണിവിടെ ഈ വരച്ചിട്ടുള്ളത്. ചായക്കടി. അതുപോലെ തലശ്ശേരിയിലെ ക്രിസ്ത്യൻ പള്ളി. എനിക്ക് ഈ ക്രിസ്ത്യൻ പള്ളീനെ പറ്റി അറിയില്ല. ജോസ്ഗിരി ഭാഗത്താണോ അല്ലെങ്കിൽ തലശ്ശേരി ബ്രണ്ണൻ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, അതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പീരങ്കി കൊടുത്തിട്ടുണ്ട്. പീരങ്കി തലശ്ശേരി കോട്ടയിലുണ്ട് പീരങ്കി. അപ്പോൾ ഇങ്ങനെയില്ല ഇത്. പിന്നെ ജഗന്നാഥ് അമ്പലം, തലശ്ശേരി ജഗന്നാഥ് അമ്പലം, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുവിധം തലശ്ശേരിനെ പറ്റി ഏകദേശം ഈ ചുമരിൽ എല്ലാം വരഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം തലശ്ശേരിനെ പറ്റി. അപ്പോൾ ഇതില്ലത് കടപ്പുറത്താണ്. കടപ്പുറത്ത് നമുക്കിങ്ങോട്ട് മീൻ മാർക്കറ്റിൻ്റെ റോഡ് ഇങ്ങോട്ട് വരാം. തലശ്ശേരി മീൻ മാർക്കറ്റിൻ്റെ പിന്നിലുള്ള റോഡാണിത്. ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കടപ്പുറം. ഇവിടെ കുളിക്കേണ്ട സൗകര്യമില്ല. ഇത് കണ്ടോ, ഇവിടെ കെട്ടിയിട്ടിരിക്കുക, പാറ കൊണ്ട് ഇവിടെയെല്ലാം കെട്ടിയിട്ടിരിക്കുക. പിള്ളേർ കുറച്ച് കുളിക്കുന്നുണ്ട് ഇവിടെ, പക്ഷേ ഡേഞ്ചറാണ്. ഇത് കടപ്പുറമല്ല. അപ്പോൾ ഇതാണ് തലശ്ശേരി വിശേഷങ്ങൾ. ആ ചുമരെഴുത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ട, ചുമരെഴുത്ത്. അത് പിന്നെന്ന് കണ്ട ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ബിൽഡിങ്ങിൽ പഴയൊരു കെട്ടിടം. തലശ്ശേരി വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും വീണ്ടും. അപ്പം വൈകുന്നേരം ഇത് നട്ടുച്ചയായി, 12:30 മണി, നല്ല വെയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ തലശ്ശേരി വിശേഷങ്ങളെല്ലാം ആയിട്ട്.